ഹായ് ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷറി, റോഡ് പ്രസൻസിന് റോഡ് പ്രസൻസ്, ഓഫ് റോഡിന് ഓഫ് റോഡ്, എല്ലാത്തിനും പറ്റണ എന്ത് കൊട്ടേഷനും ഏറ്റെടുക്കണ ഒരാളെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലാൻഡ് റോവർ റേഞ്ച് റോവർ സ്പോട്ടിൽ തന്നെ 3 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന V6 എഞ്ചിൻ വരുന്ന ഒരു കിഡിലൻ വാഹനം. 2020 മോഡലിൽ വന്ന് 21 രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട വെറും 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ജെന്യൂൻ കമ്പനി സർവീസിലുള്ള ഒരു കിഡിലൻ വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. Grey. But as time breaks, sound stretches. Reality begins to echo. As a pulse emerges that refuses to sink. A fracture in the perfect mold. റേഞ്ച് റോവർ സ്പോട്ടിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴേ ഒട്ടനവധി കാര്യങ്ങൾ ഇദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. ഇദ്ദേഹത്തെ പറ്റി പറയുന്നതിൻ്റെ മുന്നേ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയെ പറ്റി പറയണം. ഇദ്ദേഹം ആരായിരുന്നോ? ആദ്യം ബ്രിട്ടീഷുകാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനാണ്. അതെങ്ങനെ വന്നു വെച്ചാൽ ആദ്യം ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ലാൻഡ് റോവർ ജാഗോർ എന്നുള്ള കമ്പനി വളരെ പ്രതിസന്ധിയിലായി. പരാജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു ഈ ലാൻഡ് റോവർ റേഞ്ച് റോവർ എന്ന കമ്പനി. അങ്ങനെ ഈ ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കൾ ഈ കമ്പനി സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ലോകത്തുള്ള പല പ്രമുഖ കമ്പനികളും മടിച്ചു നിൽക്കുമ്പോഴാണ്, ആരും വാങ്ങണില്ല, ആർക്കും വാങ്ങാനും ഇത് പേടി, കാരണം പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കമ്പനിയാണ്. അന്നാണ് തൻ്റെ ഇടത്തോടു കൂടി ആൺകുട്ടിയായിട്ട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ചെന്നിട്ട് ഇത് ഞാൻ ഏറ്റെടുത്തോളാം, ഇത് ഞാൻ വിജയിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മളെ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ടാറ്റ എന്ന കമ്പനി ഈ ഒരു ബ്രാൻഡിനെ ഏറ്റെടുക്കുകയും പിന്നീട് ചരിത്രം സൃഷ്ടിച്ചു. റേഞ്ച് റോവറിൻ്റെ മുഖച്ഛായ മാറി. പിന്നീടാണ് ഇത്തരം മുത്തുമണികളെ നമുക്ക് കിട്ടിയത്. കാരണം അന്ന് ടാറ്റ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് റേഞ്ച് റോവർ എന്തായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ടാറ്റ ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോഴും അതിഗംഭീരമായിട്ടാണ് ലാൻഡ് റോവർ, ജാഗോർ, റേഞ്ച് റോവറൊക്കെ അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അടിപൊളി വാഹനങ്ങൾ, പുലിക്കുട്ടികൾ ഇന്ന് നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നത്. റേഞ്ച് റോവർ സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇത് 2020, 21, 22 കാലഘട്ടത്തിൽ വന്ന മോഡലാണ്. ഇതിൻ്റെ മുന്നൊരു ഷേപ്പ് ഉണ്ട്, അത് ഇതിലും ലുക്കാണ്. അതിൻ്റെ മുന്നത്തെ ഷേപ്പ് ഉണ്ട്, അത് അതിലും ലുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ഷേപ്പ്. അപ്പോൾ ഈ ഒരു വാഹനം എല്ലാ ഫേസ് ലിഫ്റ്റിലും അതിമനോഹരമായ ലുക്കിൽ ഏതൊരാളും നോക്കി നിന്ന് പോകുന്ന ലുക്കിലാണ് റേഞ്ച് റോവർ സ്പോട്ടിൻ്റെ വാഹനം ഉള്ളത്. ഈ റേഞ്ച് റോവർ സ്പോട്ട്, വോഗ്, അതേപോലെ തന്നെ വെലാറ്, ഇവോക്ക്, ഈ റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലുള്ള വാഹനമാണ്. ഏതൊരു സെലിബ്രിറ്റികളും ഏതൊരു ബിസിനസ്സുകാരനും ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ ലാൻഡ് റോവർ, റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങൾ. അതായത് ഡിഫൻഡറൊക്കെ ട്രെൻഡിങ്ങിലുണ്ട്. ഇപ്പോൾ അടുത്ത ഷോറൂമിലൊരു അനുഭവം ഉണ്ടായി. നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഷോറൂം വലിയ പ്രീമിയം കാറിൻ്റെ ഷോറൂമായിട്ട് എന്താ കാര്യം? ഇവിടെ ഡിഫൻഡറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡിഫൻഡറിൻ്റെ സ്ഥാനം, ഡിഫൻഡറിൻ്റെ കാട്ടിൽ വിലയുള്ള വാഹനങ്ങൾ ഞങ്ങളെ ഷോറൂമിൽ കടന്നിട്ടും ഡിഫൻഡർ ഉണ്ടെങ്കിലേ ഒരു പ്രീമിയം ഉള്ളൂ എന്നുള്ള ലുക്കിലോട്ട് വരെ മാറി. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഡിഫൻഡറിനെക്കാട്ടിലും വിലയുള്ള വണ്ടിയാണ് ഈ കിടക്കണ മുതൽ, അതായത് റേഞ്ച് റോവർ സ്പോട്ട്. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം കേട്ടോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ നോക്കി വായിക്കുക അല്ലെങ്കിൽ പഠിച്ച് പറയുന്നതല്ല, നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോൾ 2 ലിറ്റർ ഡിഫൻഡറൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1,35,00,000 രൂപ മുതൽ 1,40,00,000 രൂപേൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം വാങ്ങിക്കാൻ പറ്റും. ഇനി 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വാങ്ങിക്കണമെങ്കിൽ തന്നെ 1,55,00,000 85,00,000 ഇടയിലായിട്ട് നിങ്ങൾക്ക് 3 ലിറ്റർ ഡീസൽ ഡിഫൻഡർ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ റേഞ്ച് റോവർ സ്പോട്ട് പുതിയ വണ്ടി വാങ്ങണമെങ്കിൽ ഏകദേശം 2 കോടി വില വരും. ഈ വണ്ടി തന്നെ ഇറങ്ങുമ്പോൾ 2020-21 കാലഘട്ടത്തിൽ 1,65,00,000 രൂപേൻ്റെ മുകളിൽ വില വരുന്നുണ്ട്.
അപ്പോൾ ലാൻഡ് റോവർ ഡിഫൻഡറിനെക്കാട്ടിലും വില വരുന്ന, ലാൻഡ് റോവർ ഡിഫൻഡറിനെക്കാട്ടിലും ലക്ഷറി വരുന്ന, ലാൻഡ് റോവർ ഡിഫൻഡറിനെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ചൊരു വാഹനമാണ് റേഞ്ച് റോവർ സ്പോർട്ട്. അപ്പോൾ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓഫ് റോഡിന് ചിലപ്പോൾ ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ സുഖം ചിലപ്പോൾ ഡിഫൻഡർ ആയിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ അത്ര യാത്രാസുഖം ഡിഫൻഡർ ഉണ്ടാവില്ല. രണ്ടും രണ്ട് പർപ്പസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. ഇപ്പോൾ ഈ റേഞ്ച് റോവർ സ്പോർട്ടില്ലേ എല്ലാത്തിനും പറ്റും. ലക്ഷറിക്ക് ലക്ഷറി, ഓഫ് റോഡിന് ഓഫ് റോഡ്, നിങ്ങൾക്ക് ലുക്കിന് ലുക്ക്, ഇനി പവറിന് പവർ, ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ ഒരു ലക്ഷറി സെഗ്മെൻറ്റാണ് റേഞ്ച് റോവർ. അപ്പോൾ ആ ലക്ഷറി സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ തന്നെ ലാൻഡ് റോവറിനെക്കാട്ടിലും ചിലപ്പോൾ മെയിൻ്റനൻസ് ഇച്ചിരി കൂടുതൽ എന്തിനുണ്ടാവും, റേഞ്ച് റോവറിനുണ്ടാവും. അതേപോലെ ഇത് V6 ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ റഫ് ഉപയോഗമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ചവിട്ടി അടിപൊളിയായി നല്ല രീതിയിൽ ചവിട്ടി പൊളിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 കിലോമീറ്റർ മൈലേജൊക്കെ എന്തായാലും കിട്ടും. പിന്നെ കമ്പനി അവകാശപ്പെടുന്ന 10 കിലോമീറ്ററിനൊക്കെ മുകളിൽ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു 8 കിലോമീറ്ററൊക്കെ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് റേഞ്ച് റോവർ സ്പോർട്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ലുക്ക് തരുന്ന ഭാഗം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതിൻ്റെ ഏറ്റവും ലുക്ക് തരുന്ന ഭാഗമാണ് ഈ ഒരു ഷേപ്പ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നല്ല വീതി നീളമല്ലേ. ഇപ്പോൾ നിങ്ങൾ ഷോറൂമൊക്കെ കിടക്കണ ലുക്ക് നോക്കണ്ട, ഇവനെ റോട്ടിൽ ഇറക്കണം. റോട്ടിൽ ഇറക്കിയിട്ട് ഇങ്ങനെ 100 110 പോകണം. ആ പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കണം. അപ്പോഴാണ് ഇവൻ്റെ ലുക്ക് കാണുള്ളൂ. ഇന്നലെ പ്രധാനമന്ത്രി വന്നവരെ സ്പോട്ടിലാ വോഗിലാണല്ലേ. പക്ഷേ സ്പോട്ട് ഏതാ വോഗ് ഏതാന്ന് ഇപ്പോൾ റോട്ടിൽ തിരിച്ചറിയാൻ പറ്റില്ല. സ്പോട്ട് വോഗൊക്കെ ഏകദേശം ഒരേ ലുക്കൊക്കെ വന്നു. വോഗ് ഇതിനെക്കാട്ടിലും കുറച്ച് വലിപ്പം നീളം വീതിയൊക്കെ കൂടുതലുണ്ട്. നമ്മളെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്, നമ്മളിത്തിരി വോഗ് സ്റ്റോക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രമുഖന്മാർ ഉപയോഗിക്കുന്നൊരു ബ്രാൻഡ് കൂടിയായി മാറി റേഞ്ച് റോവർ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൻ്റെ ലുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. മാക്സിമം ആ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്താം. ഈ ഒരു ലൈനൊക്കെ ഉണ്ടെങ്കിൽ ഈ ബോർഡിൻ്റെ എഡ്ജൊക്കെ നല്ല മസിൽ കാർ, ഒരു മസിൽ ലുക്കിൽ, ഒരു വില്ല നിൽക്കുന്ന ലുക്കിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ കാണാൻ പറ്റുക. ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി തന്നെ ഒരു അലോയിൽ നമുക്ക് കാണാൻ പറ്റും. 20 സൈസ് വീലാണ് വന്നിട്ടുള്ളത്. നല്ല പുതുപുത്തൻ ടയറുണ്ട്. ഈ വാഹനം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നല്ല പുതുപുത്തൻ ടയർ ഈ വണ്ടിയിൽ, പുതിയ ടയർ ഇട്ട് നേരെ ഷോറൂമിൽ കയറ്റിയേക്കാണ്. പിന്നെ നമ്മൾ ഓടിയിട്ടില്ല. അപ്പോൾ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്ന സെയിം ഫീൽ തന്നെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിപൊളിയായിട്ട് നിങ്ങളെ കാണിക്കാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ലുക്കാണ്. റേഞ്ച് റോവർ എന്നുള്ളൊരു ബാഡ്ജിങ് തന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റിൽ ഫ്രണ്ട് ഭാഗം കൊണ്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു യുണീക്ക് ഗ്രില്ല്, ലാൻഡ് റോവർ എന്നുള്ള ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ലാൻഡ് റോവർ, റേഞ്ച് റോവർ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഫ്രണ്ട് ലുക്കിൽ തന്നെ ഉണ്ട്. ഈ ലാൻഡ് റോവറിൻ്റെ ഈ ഗ്രീൻ കളറിലുള്ള ലോഗല്ലേ ഒരുപാട് കാലമായിട്ട് അതന്നെ ഇവർ നിലനിർത്തി പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് LED മെട്രിക്സ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് മസ്കുലർ ലുക്കിൽ തന്നെ ഒരു ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പോർട്ടി ലുക്കാണ് കേട്ടോ ഇതിൻ്റെ എടുത്ത് കാണിക്കേണ്ടത്. പിന്നെ ഈ റേഞ്ച് റോവർ സ്പോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പൊക്കെ ഇലക്ട്രിക്കലാട്ടോ. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോൾ പോവും, ആളിപ്പോൾ പോവും. ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ആവുന്ന ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫുഡ് സ്റ്റെപ്പ് ഇല്ലെങ്കിലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, കാരണം അത്ര ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇത് എയർ സസ്പെൻഷനാണ് വരുന്നത്, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. മോനെ ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ്. എനിക്ക് നല്ല ഓരോ വണ്ടിപ്രാന്തന്മാർക്കും ഇഷ്ടം ചിലപ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ഓടിക്കണം ഇതിൻ്റെ പവർ കാണണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഓഫ് റോഡ് വാഹനമാണ്. ഇത്ര വലിയൊരു വണ്ടിയാണ് ഓടിക്കണമെന്നുള്ളൊരു ഫീല് നമുക്ക് എന്ത് കിട്ടൂല, റേഞ്ച് റോവർ സ്പോർട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. അത്രത്തോളം കംഫർട്ടും അത്രത്തോളം ലക്ഷറി നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ്. പ്രീമിയം ലെതർ സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡുവൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, മെറീഡിയൻ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, 4 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് AC വരുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരൂല, ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് കാണുമ്പോഴും ഒരു പുതുക്കം ഭയങ്ങാത്ത രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ ഡോർ പാഡ് കണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴേ കംഫർട്ടും കൂടെ നിങ്ങളെ കാണിക്കട്ടോ. പുറകിലിരുന്ന് യാത്ര ചെയ്യേണ്ട യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ബാക്കിലിരുന്ന് യാത്ര ചെയ്യേണ്ട ആൾക്കാർക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. 4 പേർക്കാണ് നല്ല കംഫർട്ട് ഉണ്ടാവുക. സെൻറ്ററിൽ ഒരാൾക്ക് ഇരിക്കുക, അങ്ങനെ 5 പേർക്ക് യാത്ര ചെയ്യാം. പിന്നെ ഈ വണ്ടിക്ക് ഒരു റെക്കോർഡ് ഉണ്ട് കേട്ടോ. എന്താ റെക്കോർഡ് എന്നല്ലേ,
നമ്മളെ ചൈനയിലില്ലേ ഒരു മതിൽ കയറിപ്പോണ് സ്റ്റെപ്പ് കയറിപ്പോയി 999 സ്റ്റെപ്പേ ഒറ്റ സ്ട്രക്ചറിൽ കയറിപ്പോയ ഒരു റെക്കോർഡിലെ വാഹനമാണ് റേഞ്ച് റോവർ സ്പോർട്ട്. പിന്നെ ഇതിൻ്റെ കാണേണ്ടത് നിങ്ങൾ ഇതിൻ്റെ പുറകു വശമാണ്. നല്ല 2 എക്സോസ്റ്റൊക്കെ വന്ന് നല്ല കിഡിലെ ലുക്കിൽ തന്നെ ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്, റേഞ്ച് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്, സ്പോർട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ ആണെങ്കിൽ ഒറ്റ പ്രസ്സിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം 600 ലിറ്റർ ബൂട്ട് സ്പേസ് ആട്ടോ ഈ വരുന്നത്. വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വരുന്നത്. ഇത് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ 600ൻ്റെ ഇരട്ടി ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 1000, 1200, 1300 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ വലിയ ലഗേജുകൾ ഇനി 4 or 5 വലിയൊരു പെട്ടിയൊക്കെ നമുക്ക് സാധാ യാത്രയിൽ തന്നെ നമുക്ക് വെച്ച് പോകാം. 5 ആൾക്ക് യാത്രയും ചെയ്യാം. ഇനി വേറൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് കുറച്ച് ഹൈറ്റ് കമ്മില്ല എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലഗേജ് വെക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ലഗേജ് പൊന്തൂല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ വണ്ടിൻ്റെ ഹൈറ്റ് താഴ്ത്താനും കണ്ടോ, ഇവിടെ പ്രസ് ചെയ്ത വണ്ടി താവുന്നുണ്ടോ, വളരെ പതുക്കെ താവും. അതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കണ്ടോ ഹൈറ്റും കൂടും. ഇതുണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റും കൂടും. ഇനി നമുക്ക് ഒറ്റ പ്രസ്സിൽ തന്നെ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. ഇത് ക്ലോസ് ചെയ്യുമ്പോഴേ നിങ്ങളിപ്പോൾ ബാക്ക് വൈപ്പർ കാണുന്നുണ്ടാവില്ല, എവിടെയെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ആൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതുണ്ടോ, നമ്മൾ ആവശ്യം വന്നാൽ ആൾ ഉള്ളിൽ നിന്ന് വരും, ആവശ്യം വന്നാൽ അതിൻ്റെ വെള്ളം ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ വൈപ്പറിൻ്റെ ബോറൊന്നും ഇല്ലാതെ ഗ്ലാസ്സിലൊന്നും കാണാതെ നേരെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ അൾട്ടോ കാറിലൊക്കെ ബാക്ക് വൈപ്പർ ഞങ്ങൾ ഫിറ്റ് ചെയ്തിരുന്നു. കാരണം ആ ബാക്ക് വൈപ്പർ ബാക്കിൽ ഉണ്ടാകുമ്പോൾ അതൊരു കിഡിൽ ലുക്കായിരുന്നു. അതായത് വാഗനർ, റിഡ്സിലൊക്കെ ZXi എന്ന് അറിയണ ഓപ്ഷനിലൊക്കെയാണ് ബാക്ക് വൈപ്പർ വന്നിരുന്നത്. VXiലും LXiലും ബാക്ക് വൈപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ തോന്നിക്കാൻ വേണ്ടി ബാക്ക് വൈപ്പറൊക്കെ ഫിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവരെന്താ കാണിച്ചിരിക്കണമെന്ന് വെച്ചാൽ വൈപ്പറൊക്കെ പാത്തച്ചിക്കാണ്. അടിപൊളി സ്പോയിലറും ബ്ലാക്ക് കളറിൽ. ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുണ്ടോ, റേഞ്ച് റോവർ സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ടോപ്പ് ബ്ലാക്കും ഇവിടെ വൈറ്റും. ഇപ്പം അടുത്ത് ഒരു കസ്റ്റമർ വന്നു ഷോറൂമിൽ. അദ്ദേഹത്തിന് വണ്ടി വേണ്ടത് ഒറ്റ കളറിൽ. ഈ ഒന്നിലേക്ക് ബ്ലാക്ക് ഫുള്ളാക്കണം അല്ലെങ്കിൽ വൈറ്റ് ഫുള്ളാക്കണം. ആ ഒരു കൺസെപ്റ്റിലെ ആളുകളും വന്നിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിക്കാരം, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളായിക്കാരം, ഓരോരുത്തരുടെ പർപ്പസും വേറെ വേറെ ആയിരിക്കും. ഇതിൻ്റെ ടെയിൽ ലാമ്പൊക്കെ നല്ല ലുക്കാട്ടോ, അടിപൊളി ലുക്കാണ്. ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. അതേപോലെ ഇതിൻ്റെ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ പിന്നെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താൻ പറ്റും. നിങ്ങൾക്ക് അലൈവീലിൻ്റെ കളർ മാറ്റാം, ബമ്പറിൻ്റെ കളർ മാറ്റാം. ഇത് വേണമെങ്കിൽ വൈറ്റ് ബോഡി കളറിലോട്ട്, ഈ ബമ്പർ വേണമെങ്കിൽ ബോഡി കളറിലോട്ട് മാറ്റാം. ഈ സ്കേർട്ടിങ് വരെ ഈ ബ്ലാക്കിൽ വരുന്ന സ്കേർട്ടിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡി കളറിലോട്ട് വൈറ്റ് കളർക്കൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റൂഫൊന്നും വൈറ്റ് അടിക്കരുത്. ഇത് ഈ ഒരു ലുക്കിൽ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലുക്കിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ലുക്ക്. പക്ഷേ ഇതിൻ്റെ മിററൊക്കെ വലിയൊരു മിററാട്ടോ. ഈ മിററിൽ തന്നെ ഒരു അടിപൊളി LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബോണറ്റിലെ 2 ഭാഗത്തും റേഞ്ച് റോവറിൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഈ റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ എൻജിൻ റൂമാണ്. അയ്യോ, നമ്മൾ ഓരോ വണ്ടിൻ്റെ എൻജിൻ റൂം തുറക്കണോണ്ടില്ല ഫാൾട്ടാണ്. ചില വണ്ടിൻ്റെ അവിടെ വരും, ചില വണ്ടിൻ്റെ ഇവിടെ വരും. നമ്മൾ ഒരു വണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇതിൻ്റെ എൻജിൻ റൂം ഓപ്പൺ ആക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ ഡാഷിൻ്റെ അടിയിലേക്കൊന്നും പോകണ്ട, ഈ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ എൻജിൻ റൂം നിങ്ങൾ കാണണം. അതായത് ഒരു V6 എൻജിൻ്റെ ഇതുണ്ടോ, അടിപൊളി ഒരു പുത്തൻ വണ്ടിൻ്റെ എൻജിൻ റൂം നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എൻജിൻ റൂം ഉള്ളത്. എങ്ങനെയുണ്ട് വണ്ടി? അതായത് നിങ്ങളൊരു വണ്ടി റേഞ്ച് റോവർ സ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും ചിമ്പി വന്നിട്ട് ഇത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ എൻജിൻ കവറിൽ ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ്ങും എൻജീനിയം എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇൻഗേനിയം എന്നൊക്കെ പറയട്ടോ. ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഏതൊരു ഭാഗം നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹോഴ്സ് പവർ വരുന്നത് 300 ആട്ടോ. 650 Nm ടോർക്കും വരുന്നൊരു വാഹനമാണ്. ഏകദേശം 7 സെക്കൻഡ് കൊണ്ട് ഇത് 0 to 100 എത്തിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 210 km/h ആണ്. അപ്പോൾ നമ്മളേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ മാത്രം പോരല്ലോ, ഈ മുതലിനൊന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കണ്ടേ. ഓടിച്ച് കാണിക്കുന്നതോടൊപ്പം ഇതിന്റെ വെറൈറ്റി കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇത്രയും കോടികൾ വില വരുമ്പോൾ ലക്ഷ്മനെ ആദ്യൊരു സെറ്റപ്പ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും ലൈറ്റ് ഇടാൻ ഇവിടെ സ്വിച്ച് തരും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ തൊട്ടാൽ മതി, ടച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റ് അല്ലേ. ആ ടച്ചിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. ഒരു അടിപൊളി ഓപ്ഷൻ അല്ലേ. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നവരുണ്ട്, ക്ഷമിക്കില്ലേ.
വേറെ സംഭവം കാണിച്ചുതരാം. ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഒരു മൂക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇതാണ് കേട്ടോ. ഈ സ്ക്രീൻ ഇപ്പോൾ റെഡിയിലല്ലേ നിൽക്കണേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഐറ്റം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഒന്ന് സ്റ്റഡി ആക്കി കാണോ. ഇത് ഇത്രത്തോളം നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നേരെ ആണെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ അങ്ങോട്ട് പോയി. ഇനി ഓരോ പ്രസ്സിലും ഓരോ പൊസിഷനിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതും കണ്ടങ്ങൾ, ഇതൊരു ഡിസ്പ്ലേന്, ഇതൊക്കെ ടച്ച് സ്ക്രീനാണ്. ഇത് എസിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ഇതേപോലെ ഡിസ്പ്ലേയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത ഇല്ല എന്താ വെച്ചാൽ ഇതിപ്പോൾ പാർക്കിലാണ്. നമുക്ക് ഇവിടെ ഇതുണ്ടോ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിഗ്നൽ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇനി ജസ്റ്റ് ഡ്രൈവ് കിട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കലി റിലീസായി. നമ്മൾ സെപ്പറേറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാർക്കിംഗ് കിട്ടാൽ തന്നെ പാർക്കിംഗ് ബ്രേക്കും ഓണായി. അപ്പോൾ വണ്ടി ഓഫായി. ഇനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നിൽക്കണ്ട, ആക്സിലേറ്റർ കൊടുത്താൽ മതി, വണ്ടി സ്റ്റാർട്ടായി. ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഇത്രയും സെറ്റപ്പ് തരണ്ടല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഒരു അടിപൊളി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് റേഞ്ച് റോവറിന്റെ രാഷ്ട്ര സെറ്റപ്പ് ഒക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഫോൺ വെക്കണമെങ്കിൽ ഫോൺ വെക്കാം, കീ വെക്കണമെങ്കിൽ കീ വെക്കാം. അതേപോലെ ഈ ആംബ്രസ്റ്റിന്റെ ഉള്ളിൽ അടിപൊളി സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ USB പോർട്ടും മൈക്രോ സിമ്മിന്റെ ഏരിയ ഒക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ അടിപൊളി. ഇനി നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ എങ്ങനെയുണ്ട് ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഈ വണ്ടി ഉണ്ടല്ലോ റോട്ടിൽ നിന്ന് കാണണം അല്ലേ. ഇത് എണീറ്റ് നിർത്തണം. അങ്ങനെ ഒരു മാസ് വരവേക്കാരം. നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വലത്തേക്ക് നോക്കാം സ്മാനെ, ജംസ് മുട്ടാളെ പോലെ നമുക്ക് മാഷാല്ലാ ഗ്രീനും മഞ്ഞയും എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പൊ നേരെ മുന്നിൽ നമുക്ക് ഫില്ലർ നമ്പർ 128 കാണാൻ പറ്റും, 127 കാണാൻ പറ്റും. 127 128 ഫില്ലർ നമ്പറിന്റെ സെന്ററിലാണ് നമ്മളെ ഷോറൂം വരുന്നത്. നേരെ ഇതാണ്ടോ, നേരെ ഇപ്പൊ ഹൈവേയിലെത്തി. ഇതാണ്ടോ വണ്ടികൾ 24/7 ഈ തിരക്കായിരിക്കും. അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാണ് ഹൈവേക്ക് കയറാന്. തീർച്ചയായിട്ടേ സ്പോട്ട് ഓടിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കംഫർട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. യാതൊരുവിധ ബോഡി റോളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വണ്ടി ഇങ്ങനെ ഒഴുകിപ്പോവും നമ്മളെയും കൊണ്ടല്ലേ. നമ്മളൊരു കപ്പലിൽ സഞ്ചരിക്കണ സെയിം ഫീൽ ഉണ്ട്. അതേപോലെ വീതി നീളവും ഇന്റീരിയറിലെ സ്പേസ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഇപ്പൊ എത്ര സ്പീഡിലാണ് പോണത്? 56 km/h പോണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവാണ് ഈ ഡ്രൈവ് അല്ലേ. വണ്ടിക്കും സേഫാണ്, നമുക്കും സേഫാണ്, ബാക്കിൽ ഇരിക്കണവർക്കും സേഫാണ്. റോഡിൽ കുറച്ചൊക്കെ പോണല്ലേ. അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കാം. ആക്സിലേറ്റർ കൊടുത്താൽ മോനെ 90 107 സ്പീഡായി. പക്ഷെ നമുക്ക് ചവിട്ടാം. ഇത് ഈ ഹൈവേ അത്രയും സേഫ് ആയതുകൊണ്ടാട്ടോ ഞാനൊന്ന് ചവിട്ടിയത്. വണ്ടി ആക്സിലേറ്റർ കൊടുത്താൽ പറന്നിരിക്കും. അതാണ് ഇതിന്റെ ടോർക്ക് അല്ലേ. ഹോഴ്സ് പവർ പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം വേഗത പോകണം എന്നുണ്ടെങ്കിൽ റോഡ് കാലിയാണ്, ഫുള്ള് ബ്ലോക്കാണ്. ഇത് കൊച്ചിയാണ്, ഒഴിഞ്ഞ ഹൈവേ ഉണ്ട്. നമുക്ക് കണ്ടെയ്നർ റോഡിനൊന്ന് പോയി വെക്കാം അല്ലേ. അപ്പൊ സ്പോട്ട് എടുക്കുന്ന ആൾക്കാര് ശരിക്കും എടുക്കേണ്ടത് വണ്ടിന്റെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലേ. ഇത് മോഡലാണ്. അതായത് ഇതിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഇതിന്റെ പറയുന്നത്. ഇനി ഇതേ കാറ്റഗറിയിൽ നിൽക്കുന്ന പല കൊമ്പന്മാരും നമ്മളെടുത്തുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്താം. പക്ഷെ റേഞ്ച് റോവർ സ്പോർട്ടില്ല മോനെ. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഒരു ട്രെൻഡിങ്ങിലുള്ള വണ്ടികളെ ലിസ്റ്റിലുള്ള വണ്ടിയല്ലത് റേഞ്ച് റോവറുകളാണ് ഇപ്പൊ ട്രെൻഡിങ്ങില്. ആളുകൾ ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കാണാൻ സ്ഥിരമായിട്ട് ഇപ്പൊ റേഞ്ച് റോവറിന്റെ സിനിമാ താരങ്ങളാണെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ എടുക്കുന്നത് ഇപ്പോ റേഞ്ച് റോവറിലാണ് കൂടുതൽ ഇറങ്ങുന്നത്. അപ്പൊ റേഞ്ച് റോവർ സ്പോർട്ടിന്റെ എതിരാളികൾ പറയുന്നത് മെഴ്സിഡീസിന്റെ GLS, ഓഡിയില് Q7 പറയാം. പക്ഷെ ഇത് 5 സീറ്റർ ആണ്, 7 സീറ്റർ അല്ല. സ്പോർട്ട് 5 സീറ്റർ ആണ്. പിന്നെ വേണമെങ്കിൽ BMW നമുക്ക് ഒരു X7 ഒക്കെ പറയാം അല്ലേ. പക്ഷെ ഇവരിക്കാട്ടിലൊക്കെ ഷോറൂമിൽ പ്രൈസ് കൂടുതൽ സ്പോർട്ടിനാണ്. അതായത് GLS വരെ നമുക്ക് 400 ഒക്കെ ഒരു കോടി 70 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊരു GLS ഒക്കെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോ ഇവിടെ ഇന്ത്യയിലെ അസംബ്ലിങ് തുടങ്ങിയോണ്ടാണ് ഈ ഒരു 2 കോടിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് 2.5 കോടിക്ക് അടുത്ത് വില വന്നിരുന്ന 2 കോടി 40 സംതിങ് റേറ്റിൽ. ഇനി കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ ടാക്സ് കമ്മിയാവുന്ന വിഷയത്തില് ഈ വാഹനത്തിന് വില കുറയോ? ഇതിന് കുറയില്ല, ഇതിന് ഓൾറെഡി കുറഞ്ഞു. ഇന്ത്യയില് അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ് CBU എന്ന മോഡൽ. അതാണ് ഈ വണ്ടിന്റെ അടുത്തൊരു ഹൈലൈറ്റ്. ഇത് കംപ്ലീറ്റ് CBU ആണ്, കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആണ്. ഞങ്ങൾ കണ്ടെയ്നർ റോഡിനെത്തി. നിങ്ങൾക്ക് തന്നെ കാണാം, മുന്നൊക്കെ കാലിയാണ്. ജസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ നോർമൽ മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. സ്പോർട്ട് മോഡൊന്നും മാറ്റിയിട്ടില്ല. ലക്ഷ്മനെ കണ്ടോ, ഇതാണ് പോവാ.
പിന്നെ റോഡോ അമ്പോ കുയ്യോ ഒന്നും പേടിക്കണ്ട. നോക്കണ്ട. ഇനി എത്ര നമ്മൾ എങ്ങനെ വളച്ചൊടിച്ചെടുത്താലും ബോഡി റോളിങ് പറഞ്ഞ സാധനേ ഇല്ല. ഇവിടെ സിഗ്നൽ ഉണ്ട് അല്ലേ, അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് മാനുവലി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടി കൊടുത്താൽ കഴിഞ്ഞാൽ ഇവിടെ പെഡൽ ഷിഫ്റ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓടിക്കാം. വേറൊരു മൂഡാണ്. അപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് കാർ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കും ഒരു മിനി വെർഷൻ ഉപയോഗിക്കാം. സ്പോർട്സ് കാർ പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു മൂഡാണ്. എങ്കിലും നിങ്ങൾക്ക് പെഡൽ ഷിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റും. പ്രത്യേകിച്ച് 3 ലിറ്റർ ഡീസൽ V6 എഞ്ചിൻ ആയതുകൊണ്ട് അല്ലേ. ഡീസൽ എഞ്ചിൻ ഓടിക്കാറഞ്ഞാൽ അത് വേറെ രസമാണ്. പെട്രോൾ എഞ്ചിന്റെ പോലെയല്ല. പെട്രോൾ എഞ്ചിൻ അത് വേറെ മൂഡ്. ഡീസലിൻ്റെതായിട്ടുള്ള ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വികാരം വരും. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്പോർട്ട് മോഡിലാണ്. ഇപ്പം നമുക്ക് പെഡൽ ഷിഫ്റ്റ് എടുത്തിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇതേ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പക്ഷെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓടിച്ചു തുടങ്ങിയാൽ പൂതി തീരൂല. എത്ര ലോങ് ആണെങ്കിലും പോവാം. ഇത് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് റേഞ്ച് റോവർ സ്പോർട്ട്. ഇതിന്റെ നാവിഗേഷൻ കണ്ടോ, നമ്മളെ മീറ്ററിൽ തന്നെ ഈ ക്ലസ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് അത്രത്തോളം കംഫർട്ടായിട്ട് ഇവിടെ നോക്കിച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഒരുവിധ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റിയറിംഗിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇതിന്റെ ഡിപ്രിസിയേഷൻ ഇനി വല്ലാതെ വരുമോ, വലിയൊരു എമൗണ്ട് കുറയോ എന്നുള്ളൊക്കെ സംശയം ആളുകൾക്ക് ഉണ്ടാവും. ഇപ്പം ഏകദേശം ഇതിന്റെ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് വലിയൊരു ഡിപ്രിസിയേഷൻ സംഭവിച്ചൊരു വാഹനമാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോണത് അല്ലേ. അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പം ഈ ഒരു വാഹനമൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും പിന്നെ വാങ്ങിക്കാനും ഇത് സർവീസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കഴിയുള്ളൂ. പ്രത്യേകിച്ച് റേഞ്ച് റോവറിന്റെ വാഹനങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഒരു വലിയൊരു ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 94 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നും ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനി വലിയൊരു ഡിപ്രിസിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നിങ്ങൾ ഈ വാഹനം വാങ്ങി വിൽക്കുമ്പോൾ ഇതിപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സെക്കൻഡ് RC ഓണറായിട്ട് മാറും. നിങ്ങൾ 10-25 കിലോമീറ്റർ ഓടുമ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിൽ എന്തായാലും വില വ്യത്യാസം വരും. കാരണം സെക്കൻഡ് ഓണർഷിപ്പൊക്കെ മാറുമ്പോൾ മാർക്കറ്റിലൊരു വ്യത്യാസം വരും. കിലോമീറ്റർ ഓടുമ്പോൾ മാർക്കറ്റിലൊരു വ്യത്യാസം വരും. ഇത്തരത്തിലുള്ള ഒരു പരിധി വരെ വലിയൊരു എമൗണ്ട് ഇപ്പോൾ പോയ പോലെ, ഇപ്പോൾ പുതിയ വാങ്ങിയ കസ്റ്റമർക്ക് ഒരു 65-70 ലക്ഷം രൂപ പോയ പോലെ ഈ ഒരു വാഹനത്തിൽ ഇനി വരില്ല അല്ലേ. ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ആ ഒരു ഭാഗം കൊണ്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നമുക്കറിയാവുന്ന രീതിയിൽ, പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഇത് വാങ്ങിക്കാൻ വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഒരു റേഞ്ച് റോവർ സ്പോർട്ട് വാങ്ങിക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മളത് പറഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. എങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന ഒട്ടനവധി ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചതാണ്. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാലേ, മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ 4 ടയർ പറയാം അല്ലേ. ടയർ ഇപ്പൊ നിലവിൽ അണ്ടർ വാറണ്ടിയിലാണ്. ഇപ്പൊ ഇത് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഏകദേശം 3 വർഷത്തിനടുത്ത് ടയറിന് വാറണ്ടി ഉണ്ട്. ഇപ്പൊ നമ്മള് ടയറിന് എത്ര കൊടുത്ത്? ഏകദേശം ഒരു 1 lakhന്റെ പുറത്തായി. 4 ടയർ പുതിയ മാറാന് അവർക്ക് ഇനി വാറണ്ടി വരെ ഉണ്ട്. ഇപ്പൊ ഈ വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് ടയറിന് വരെ വാറണ്ടി ഉണ്ട്. അപ്പൊ അത്രയും കണ്ടീഷനിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സഫാരി കാർ. നിലവിൽ B2B ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലുണ്ട്. അതെ, ഏകദേശം ഒരു 84 ലക്ഷം രൂപന്റെ അടുത്ത് IDV വാല്യൂ ഉണ്ട്. അത് പ്രത്യേകം പറയണം അല്ലെ. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. ടയറിന് വാറണ്ടി ഉണ്ട്. ഇതൊക്കെ പ്ലസ് ആണ്. അങ്ങനെ നമ്മളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ U-turn തിരിഞ്ഞ് എവിടെ എത്തി? നമ്മുടെ സഫാരി കാർസിന്റെ മുമ്പിലെത്തി അല്ലേ. വീണ്ടും നമ്മൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് റോഡിൽ പോവാണെങ്കിലും 127-ാമത്തെ 128-ാമത്തെ ഫില്ലർ നമ്പറിന്റെ അവിടെ കണ്ടോ സഫാരി കാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മൾ U-turn തിരിഞ്ഞ് പോകുമ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സഫാരി കാർസിന്റെ നെയിം ബോർഡ് കാണാം അല്ലേ. അപ്പൊ അതവിടെ തന്നെയാണ്. അത് നമ്മളെ ഫില്ലർ നമ്പർ 127, 128 അവിടെ. നിങ്ങൾ രാത്രി വരികയാണെങ്കിൽ പെട്ടെന്ന് കാണും. നമ്മളെ നല്ല വ്യൂല് തന്നെ കാണും. അപ്പൊ വീണ്ടും നമ്മളെ ഷോറൂമിലെത്തി നമുക്ക് നേരെ ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഷോറൂമിലേക്ക് കയറ്റാം. ഷോറൂമിന്റെ നേരെ ഫ്രണ്ടിൽ നമ്മളെ മെഴ്സിഡീസിന്റെ GL 350 1 നമ്പർ വണ്ടി നമ്മള് മുതലവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അത് വേറെ മുതലാണ്. അപ്പൊ ഇതാണ് റേഞ്ച് റോവർ സ്പോർട്ടിന്റെ വിശേഷങ്ങൾ. ഏകദേശം ഭാഗമൊക്കെ എത്തിയെന്ന് തോന്നുന്നു. ഇതിനെ പറ്റി നിങ്ങൾക്ക് നെഗറ്റീവ് ചോദിച്ചാൽ നെഗറ്റീവ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് മൈലേജ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ വാഹനം പറ്റൂല. മെയിൻ്റെനൻസ് കോസ്റ്റ് ചിലപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാവും. അതായത് നോർമൽ വാഹനത്തിൻ്റെ പോലെ അല്ല. ഏകദേശം 2 കോടി രൂപയോളം വില വരുന്ന വാഹനത്തിൻ്റെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കണം. പിന്നെ ഓടിക്കാനുള്ള കംഫർട്ടും ലുക്കിലാണെങ്കിലും ഓഫ് റോഡിനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കോടി, 1.25 കോടി, 1.5 കോടി, 1.25 കോടി ഒന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇപ്പോൾ സഫാരി കാർസിൽ
ഈ ഒരു വാഹനം സെല്ല് ചെയ്യാൻ വെച്ചിട്ടുള്ളത് 94 ലക്ഷം രൂപക്കാണ്. ചെറിയ ഡിപ്രസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് തരാവുന്നതാണ്. പിന്നെ 100% ധൈര്യത്തോടു കൂടി, ഗ്യാരൻറ്റിയോട് കൂടി, വാറൻറ്റിയോട് കൂടി നമ്മൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരും. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ്. നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ചെക്കിങ്ങോട് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് സെൻറ്ററിൽ ഈ വാഹനം ചെക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മളെല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഷോറൂമിൽ തന്നെ ലാസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള ഒരു റേഞ്ച് റോവർ സ്പോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ നാട്ടുകാരെങ്കിലും ഒരു റേഞ്ച് റോവർ സ്പോട്ട് അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർ ഈ വണ്ടി എടുത്ത് അടിപൊളിയായി ആസ്വദിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുവരെ കണ്ട, എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമ്മൾ വരുന്നുണ്ട്. അടിപൊളി പോർഷെ പനമേര ഇവിടെ കിടക്കുന്നുണ്ട്. ഓഡി R8 V10 ഇവിടെ കിടക്കുന്നുണ്ട്. ഓഡിൻ്റെ Q8 ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോൾവോൻ്റെ S90 ഇവിടെ ഉണ്ട്. മിനി കൂപ്പർ കൺട്രിമാൻ ഉണ്ട്. ജീപ്പ് റുബിക്കോൺ ഉണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ GLE 43 AMG കൂപ്പ ഉണ്ട്. BMW 3 സീരീസിൻ്റെ 330 LI എന്ന് പറയുന്ന ഒരു കിടിലൻ വാഹനമുണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ C ക്ലാസിൻ്റെ ഒരു നിര തന്നെ ഉണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ S ക്ലാസ് ഉണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ GLE ലോ കിലോമീറ്റർ വാഹനങ്ങൾ 250ഉം 350ഉം ഉണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ തന്നെ കൊമ്പനായിട്ടുള്ള ജർമ്മൻ എലഫൻ്റ് ആയിട്ടുള്ള മെഴ്സിഡസ് ബെൻസിൻ്റെ GLS ഉണ്ട്. പിന്നെ BMW 5 സീരീസ് ഉണ്ട്. ഓഡി A3 ഉണ്ട്. BMW 5 സീരീസ് ന്യൂ ഷേപ്പൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. BMWൻ്റെ തന്നെ 2 ഡോർ വാഹനമുണ്ട്. അതേപോലെ തന്നെ BMWൻ്റെ 630 GT നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 620 GT M സ്പോർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ റേഞ്ച് റോവർ വോഗ് ഉണ്ട്. ടൊയോട്ടൻ്റെ ലാൻഡ് ക്രൂയിസർ 2 വാഹനങ്ങൾ നമുക്ക് വൈറ്റ് കളറും ബ്ലാക്ക് കളറിലും അധികം വൈകാതെ നമ്മുടെ ഷോറൂമിൽ കയറാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി, ഫുള്ളായിട്ടില്ല പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ലെങ്താവും. ഒട്ടനവധി വാഹനങ്ങൾ നമ്മളെ കളക്ഷൻസിലുണ്ട്. തൊട്ടടുത്ത വീഡിയോ ഏത് വാഹനത്തിൻ്റെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതേപോലെ കംപ്ലീറ്റ് റിവ്യൂമായി നമ്മൾ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്